മറ്റു വാർത്തയിലേക്ക് ശബരി റെയിൽപാതയ്ക്ക് ചൂളം വിളി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാർ. കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെയാണ് എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയിരുന്ന പദ്ധതിക്ക് പുതുജീവനാകുന്നത്. അങ്കമാലി മുതൽ മൂവാറ്റുപുഴയും തൊടുപുഴയും കടന്ന് കോട്ടയം ജില്ലയിലെ പാല ഭരണങ്ങാനം വഴിയാണ് നിർദ്ദിഷ്ട ശബരി റെയിൽപാത. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാനും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. മധ്യ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ട പദ്ധതി 14 സ്റ്റേഷനുകളുമായി വെറും 111 കിലോമീറ്റർ മാത്രം ദൂരം. 1998 വിഭാവനം ചെയ്തെങ്കിലും ഇന്നും ട്രാക്കിലായിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പങ്കാളികളായാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. പലതവണ മാറി വന്ന സർക്കാരുകൾ പണം വകയിരുത്തിയെങ്കിലും പദ്ധതി തുടങ്ങിയിടത്ത് തന്നെ സ്റ്റോപ്പിട്ട അവസ്ഥയിലാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 313 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. 1300 കോടി രൂപയാണ് സ്ഥലമേറ്റെടുപ്പിനായി വേണ്ടിവരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന മന്ത്രിസഭ കിഫ്ബി വഴി 1900 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തി. നമ്മുടെ 97 മുതൽ റെയിൽവേയുടെ സ്ഥലമെടുപ്പ് സംബന്ധിച്ച് സർവേ നടന്നു. 20 വർഷക്കാലത്തിലേറെയായി ആളുകൾക്ക് ഇങ്ങനെ ആശങ്കയിലായിരിക്കുമായിരുന്നു. കർഷകരും സാധാരണ വീട് വെച്ച ആളുകളുമെല്ലാം വലിയൊരു അങ്കലാപ്പിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാന ഗവൺമെൻറ് ഈ ശബരി റെയിൽപാതയുടെ പണി, ശബരി റെയിൽപാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പണി പൂർത്തീകരിക്കുന്ന സമീപനത്തിലേക്ക് നീങ്ങി ജനങ്ങളുടെ ഈ ആശങ്കയും അതുപോലെ കർഷകരുടെ ചിന്തക്കുഴപ്പയും എല്ലാം മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ഒരു പൂർത്തീകരണം എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ. പല വീടുകളിലും പറമ്പുകളിലും സതേൺ റെയിൽവേ ഇതിനോടകം സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2800 കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28ആയി. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് വനം വകുപ്പിന്റെ തടസ്സങ്ങൾ ഇല്ല എന്നത് പദ്ധതിയുടെ നടത്തിപ്പിന് സഹായകരമാണ്. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചാൽ പദ്ധതി അതിവേഗം സാധ്യമാകും. 30 കൊല്ലമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇല്ലെങ്കിലും അത് വന്നു പോയാൽ കുറേ പേർ എന്നേക്കാളും കഷ്ടമായിട്ട് അനുഭവിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാർ അങ്ങോട്ടുണ്ട്. ഒന്നും ചെയ്യാൻ മേലാതെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ നോക്കിയിട്ട് 30 വർഷമായി. എന്തെങ്കിലും മക്കൾക്കൊന്ന് കൊടുക്കാനോ ഒരു രക്ഷയില്ല. ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും, ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും. അങ്ങനെ കാലങ്ങളിൽ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറയാവുന്നവരൊക്കെ പറഞ്ഞു അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ ബാലികൃഷ്ണൻ നായരൊക്കെ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട ആ പുള്ളി. എവിടെ അതാരും കേൾക്കുമില്ല. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും വാഴക്കുളവും കടന്ന് തൊടുപുഴ കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ട പാത കടക്കുക. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽവേ നിർമ്മാണത്തിന് സാമൂഹ്യാഘാത പഠനവും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പാർട്ടി തീരുമാനിച്ചാൽ വീണ്ടും മത്സരിക്കുമെന്ന് മലമ്പുഴ MLA A. പ്രഭാകരൻ. BJP മലമ്പുഴയിൽ 4ാം സ്ഥാനത്തേക്ക് പോകുമെന്നും പ്രഭാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. വികസന തുടർച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആര് നിന്നാലും ഉണ്ടാവും. അത് ഞാൻ തന്നെ വേണമെന്നൊന്നുമില്ല. അല്ല, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതെൻ്റെ പാർട്ടിയെ തീരുമാനിക്കുന്നത്. ഞാൻ എങ്ങനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായി? പാർട്ടി തീരുമാനിച്ചു, നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. ഇനി പാർട്ടി തീരുമാനിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും, കൊടുക്കേണ്ട വേറൊരാളെയാണ് പറഞ്ഞാൽ കൊടുക്കും, അയാളുടെ കൂടെ ഞാൻ പോകും. അത് പാർട്ടി അങ്ങനെ. എന്താ നിങ്ങൾ ഇതൊരു ചോദ്യം, ശരിയായ ചോദ്യമല്ല. എന്താ കാരണം ചോദിച്ചാൽ പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിക്കും. അവർക്ക് തോന്നുകയാണ് പ്രഭാകരൻ മത്സരിച്ചോട്ടെ, ഞാൻ മത്സരിച്ചു. അതല്ല, നിങ്ങളെയാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ നമ്മൾ ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.